ഹലോ ഗൈസ്, ഞാൻ ഇന്നിവിടെ ഒരു സ്റ്റോണിൻ്റെ ലെയർ ചെയിൻ ഉണ്ടാക്കാൻ പോകുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് മുമ്പും വീഡിയോസൊക്കെ മാലയും ഇൻവിസിബിൾ ചെയിനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നത് ഇതാദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ചെയിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഈ ചെയിനല്ല ഒരു നെക്ലസ് പോലത്തെ ഒരു മോഡലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് സ്റ്റോണിൻ്റെ ഒരു ചെയിന്, അതിനൊരു പീസാണ് വേണ്ടത്. പിന്നെ ഒരു ഗോൾഡൻ കളർ ചെയിനും ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ OHP ഷീറ്റ്, ഗ്ലാസ് ഷീറ്റ് എന്നൊക്കെ പറയും, അത്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് P7000 ഗമ്മാണ്. പിന്നെ നമുക്കിത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു കത്രിക, അത് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഈ OHP ഷീറ്റിൻ്റെ ചെറിയ 2 പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ, നമുക്ക് ഈ ചെയിൻ ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല, അപ്പോൾ ഈ ഒരു മോഡലാട്ടോ ഗൈസ് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് കട്ട് ചെയ്യണ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഫസ്റ്റ് ലാസ്റ്റ് നമ്മൾ സ്റ്റോൺ ചെയിനാണ് കൊടുത്തിട്ടുള്ളത്, നടുവിൽ മറ്റേ ആ ഗോൾഡൻ്റെ ആ ഒരു ചെയിനും. അപ്പോൾ നമ്മൾ ഇപ്പോൾ വെച്ചിട്ടുള്ള ഈ ലെയർ നമ്മൾ കഴുത്തിൻ്റെ ഏകദേശം ഒരു അളവെടുക്കുക. എനിക്കൊരു മോളുണ്ട്, അവളുടെ കഴുത്തിൻ്റെ ഏകദേശം ഒരു അളവാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ലാസ്റ്റ് വരുന്ന ലെയർ നമ്മൾ കുറച്ച് വലുതാക്കിയിട്ട് എടുക്കുക. പിന്നെ അതിൻ്റെ തൊട്ട് മേലെ വരുന്നത് അതിനേക്കാളും കുറച്ച് ചെറുത്, ഏറ്റവും ടോപ്പിൽ വരുന്നത് അതിനേക്കാളും കുറച്ച് ചെറുതാക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്യുക. കട്ട് ചെയ്യാനൊക്കെ നമുക്ക് സാധാ കത്രിക ആയാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഞാൻ കാണിച്ചതല്ലേ, അതുകൊണ്ടൊക്കെ നമുക്കിത് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അത്ര വലിയ ബലമൊന്നും ഇല്ലാത്തതാണ്. അപ്പോൾ നമുക്ക് സോറി ഗൈസ്, അപ്പോൾ ഇതിന് മോള് വന്നു. ഞാനിവിടെ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൾ നമ്മുടെ സെൻറ്റ് ഉണ്ടാവുമല്ലോ, അതിൽ കളിച്ചിട്ട് കണ്ണിലായി പറഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ അത് അവളോടെ നിന്ന് പോയി, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് എങ്ങനെയെന്ന് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. പിന്നെ നമ്മളിതാ ഈ ഗ്ലാസിൻ്റെ ഈ ഒരു ചെറിയ കട്ടിലാണ്, ഗ്ലാസ് ഷീറ്റിൻ്റെ ചെറിയ കട്ട് ചെയ്ത ഈ ഒരു പീസിലാണ് നമ്മൾ ആ ചെയിനുകൾ ഒട്ടിക്കുന്നത് കേട്ടോ. 2 സൈഡിലും 2 ഇത് ഞാൻ എടുത്തിട്ടുണ്ട്, അതിൻ്റെ 2 പീസുകൾ ഗ്ലാസ് ഷീറ്റിൻ്റെ. അപ്പം അതിൽ നമ്മൾ P7000 ഗ്ലൂ തയ്ക്കാണ്. ഇതിൽ നമ്മൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല, ഞാൻ ആ ചെറിയ കട്ട് ചെയ്ത പീസിൽ അതിൻ്റെ അതിൽ ആ ഗ്ലൂ തേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു സൈഡ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് എനിക്കത് ഒട്ടിക്കുന്നത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എൻ്റെ കയ്യിൽ ഫോൺ വെക്കാൻ പറ്റിയ സ്റ്റാൻഡൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ട് ഒരു കൈ കൊണ്ടാണ് ചെയ്യണത്. അതുകൊണ്ടാണ് എനിക്കതൊന്നും വീഡിയോ എടുക്കാൻ പറ്റുന്നത് കേട്ടോ, സോറി. അപ്പോൾ നമ്മൾ ഒന്നുമില്ല, ഫസ്റ്റ് ചെറിയ പീസ് ഒട്ടിച്ചത് ചെറിയ പീസ് കട്ട് ചെയ്തത് ഫസ്റ്റ് ഒട്ടിക്കുക. രണ്ടാമത് നമ്മൾ ആ ഗോൾഡൻ്റെ ചെയിൻ ഒട്ടിക്കുക. മൂന്നാമത് നമ്മൾ ഇതിൻ്റെ സ്റ്റോൺ ചെയിനിനെ വലിയ ഇതാക്കി കട്ട് ചെയ്തത് മൂന്നാമത് ഒട്ടിക്കുക. എന്നിട്ട് അപ്പുറത്തെ സൈഡിൽ നമ്മൾ OHP ഷീറ്റിൻ്റെ ഇതേപോലെ ചെറുതാക്കി കട്ട് ചെയ്ത മറ്റേ പീസ് ഉണ്ടല്ലോ, അത് ഏകദേശം ഒരളവിൽ നമ്മൾ പുറത്ത് വെച്ചിട്ട് ഈ ചെയിനുകളൊക്കെ അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇതുപോലെ തന്നെ നമുക്ക് ചെയ്ത് വരുമ്പോൾ മനസ്സിലാവും എന്തായാലും. അപ്പോൾ അങ്ങനെ അത് ഒട്ടിച്ചെടുക്കുക. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്, അതുകൊണ്ട് അതിൻ്റേതായ എല്ലാ പോരായ്മകളും ഉണ്ടാവും. പക്ഷെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്താൽ ഞാനൊന്ന് ഇമ്പ്രൂവ് ആവുമെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഇനിയും ഇതുപോലുള്ള വീഡിയോസൊക്കെ ചെയ്യാം. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഇൻവിസിബിൾ ചെയിനൊക്കെ ചെയ്യണ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യുക പ്ലീസ്. ഇനി ഇതുപോലുള്ള വീഡിയോസൊക്കെ ഞാൻ ചെയ്യാം. ഗൈസ്, ഫോണൊന്ന് വീണുപോയി, അതുകൊണ്ടാണ് അവിടെ ഒന്ന് ബ്ലാങ്ക് ആയത്. അപ്പോൾ നമ്മൾ 2 സൈഡും ചെയിൻ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഗ്ലാസ് ഷീറ്റിൻ്റെ ബാക്കിൽ ഈ ചെയിൻ ഒട്ടിച്ച ഗ്ലാസ് ഷീറ്റിൻ്റെ ബാക്കിൽ നമ്മൾ ഐപ്പിൻ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഗോൾഡൻ കളർ ഐപ്പിൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ സിൽവർ കളറാണ് ഒട്ടിച്ചിട്ടുള്ളത്.
അതൊന്ന് കട്ട് ചെയ്തിട്ട് വേണം കേട്ടോ ഒട്ടിക്കാൻ. നമ്മുടെ ഗ്ലാസ് ഷീറ്റ് എത്ര വലുതെങ്കിൽ അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് നമ്മൾ ഐപ്പിനൊന്ന് കട്ട് ചെയ്യുക. എന്നിട്ടാണ് അത് ഒട്ടിച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ വാക്സ് ഷീറ്റാണ് ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത്. എൻ്റെ കയ്യിൽ വാക്സ് ഷീറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ നമ്മുടെ തുണീൻ്റെ കവറൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ കവറാണ് ഞാൻ ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. രണ്ട് സൈഡും ഒട്ടിക്കുക. എന്നിട്ടിത് ഡ്രൈ ആവാൻ വെക്കുക. നന്നായി ഒന്ന് ഡ്രൈ ആവണം കേട്ടോ. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഈ ചെയിൻ ഒട്ടിച്ച് കഴിഞ്ഞാൽ അത് നന്നായി ഡ്രൈ ആവണം, അല്ലെങ്കിൽ നമ്മളത് ഒട്ടിച്ചൊക്കെ പോരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നന്നായി ഡ്രൈ ആവണം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അഭിപ്രായം പറയണം പ്ലീസ് ഗൈസ്. പിന്നെ നമ്മൾ അതിൻ്റെ ബാക്കിൽ ജംറിങ്സും പിന്നെ ഫിഷിൻ്റെ കുളത്തുമാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും എന്നെ സപ്പോർട്ട് ചെയ്യണം പ്ലീസ്. സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.